മേഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു സംഭവമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന, ഇന്ത്യയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാനാണ് ഇപ്പോൾ പലരും നോക്കുന്നത്. അതിന് കാരണം മറ്റുള്ള ബ്രാൻഡുകളൊക്കെ എപ്പോൾ നിരോധിക്കുന്നുള്ളത് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മിവി എന്ന ബ്രാൻഡ് ഊണിലും ഉറക്കത്തിലൊക്കെ മേഡ് ഇൻ ഇന്ത്യ എന്നുള്ള ഇങ്ങനെ വിളിച്ചു കൂവി നടക്കുന്നത്. അതുകൊണ്ട് ഗുണം നമുക്ക് തന്നെയാണ്, നല്ല പ്രൊഡക്റ്റ് ആവും, പിന്നെ ഇന്ത്യയിൽ നിർമ്മിച്ചതുകൊണ്ട് വിലയും കുറവായിരിക്കും. വെറും 999 രൂപ കിട്ടുന്ന മിവി DuoPods F50 ട്രൂ വയർലെസ് ഇയർഫോൺ ആണിത്. യെസ്, ഇങ്ങനെ ഒരു ബോക്സിനാണ് ലഭിക്കുന്നത്. ബോക്സ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ബോക്സ് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസർ മാനുവൽ ലഭിക്കുന്നുണ്ട്, വാറണ്ടി അപ്ലൈ ചെയ്യാനുള്ള ഒരു കാർഡ് ലഭിക്കുന്നുണ്ട്, ടൈപ്പ് സി ചാർജിങ് കേബിൾ ലഭിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ മെയിൻ സാധനമായുള്ള DuoPods F50 എന്ന് പറഞ്ഞ ഈ ഒരു ഇയർഫോണും ആണ് ലഭിക്കുന്നത്. ഇനി ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വൈറ്റ് കളർ ആയിട്ടാണ് അവർ പറയുന്നത്. പക്ഷെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു വാം ടച്ച് ഇതിന് വരുന്നുണ്ട്. ഇതിന്റെ കേസിന്റെ ബോഡി വരുന്ന ഒരു ഗ്ലോസി ഫിനിഷിലാണ്. അപ്പോൾ ഗ്ലോസി ഫിനിഷ് എനിക്ക് അത്രത്തോളം താല്പര്യമൊന്നുമില്ല, എനിക്ക് മാറ്റാണ് ഇഷ്ടം. കാരണം സ്ക്രാച്ചസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഫുള്ളായിട്ട് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ മുന്നിലായിട്ട് നമുക്ക് ബാറ്ററി ലെവൽ അറിയാനുള്ള ഒരു ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. കേസ് പോലെ തന്നെ ഇയർഫോണും ഗ്ലോസി ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ മുകളിലായിട്ട് LED ഇൻഡിക്കേറ്റേഴ്സ് രണ്ടിനും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതൊരു ഹാഫ് ഇൻ ഇയർ ഇയർഫോൺ ആണ്. എല്ലാവരുടെ ചെവിയിലും ഫിറ്റ് ആവുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ആണ് ഇതിൽ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഹാഫ് ഇൻ ഇയർ ഇയർഫോൺ ആയതുകൊണ്ട് തന്നെ നമ്മളെ ചെവിയിൽ അടഞ്ഞൊരു ഫീൽ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാലോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കേൾക്കാനും സാധിക്കും. ഓക്കെ, ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി ടച്ച് കൺട്രോളിംഗ് ആണ് വരുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൗസ് ചെയ്യാനും പ്ലേ ചെയ്യാനും അതേപോലെ തന്നെ കോൾ ആൻസർ ചെയ്യാനും കട്ട് ചെയ്യാനും സാധിക്കും. ഇതേ സംഭവം തന്നെ നിങ്ങൾ റൈറ്റ് സൈഡിൽ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ചെയ്യാനും, അതേപോലെ ലെഫ്റ്റ് സൈഡിൽ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ചെയ്യാനും, ഇതിന് കൂടെ തന്നെ നിങ്ങൾ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വോളിയം കൂട്ടാനും കുറക്കാനും സാധിക്കും. ഇനി ഇതൊന്നും അല്ലാതെ ജസ്റ്റ് ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹാൻഡ് ഫ്രീ ആയിട്ട് വോയിസ് അസിസ്റ്റന്റ് എനാബിൾ ചെയ്യാൻ സാധിക്കും. IPS4 വാട്ടർ റെസിസ്റ്റന്റ് ഉള്ളതുകൊണ്ട് തന്നെ ചെറുതായിട്ട് നനയുകയോ അല്ലെങ്കിൽ നമ്മുടെ വിയർപ്പായി കഴിഞ്ഞാലൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല. പക്ഷേ വെള്ളത്തിൽ മുക്കിയിട്ടുള്ള കലാപരിപാടികളൊന്നും നടക്കില്ല. ഇതിന് കണക്ടിവിറ്റി കൊടുത്തിട്ടുള്ളത് ബ്ലൂടൂത്ത് 5.1 ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലോ ലേറ്റൻസി, നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കണക്ഷൻസും കാര്യങ്ങളും പിന്നെ മ്യൂസിക് ഒക്കെ കേൾക്കാവുന്നതാണ്. എല്ലാം ഉണ്ടെങ്കിലും പ്രധാന ഘടകമാണ് സൗണ്ട് ക്വാളിറ്റി എന്നുള്ളത്. ഇതിന് 13 mm ഡ്രൈവർ സപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓവർ ആയിട്ടുള്ള ഒരു ബാസോ അല്ലെങ്കിൽ ഓവർ ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് വോക്കൽസ് ഒക്കെ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ഒരു ആവശ്യത്തിനുള്ള ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് ആണെന്ന് പറയാം. അതല്ലാതെ ഇതിൽ PNC അഥവാ പാസീവ് നോയിസ് ക്യാൻസലേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ മ്യൂസിക് കേൾക്കുന്ന സമയത്ത് ആ ഒരു നോയിസ് മാക്സിമം ഇത് ഡിറ്റക്ട് ചെയ്യും. എങ്കിലും ഞാനിങ്ങനെ കേട്ട് നോക്കിയപ്പം ഏകദേശം നോയിസ് ഒക്കെ കയറി വരുന്നുണ്ട്, എന്നാലും ഓവർ ആയിട്ടില്ല. കാരണം ഇതൊരു ഹാഫ് ഇൻ ഇയർ ഇയർഫോൺ ആണ്. അല്ല, ഇത് ഗെയിമേഴ്സിന് ബെറ്റർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ബിഗിനർ ഗെയിമർ ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്ന ഒരു മോഡലാണ്. അല്ല, നിങ്ങളൊരു പ്രോ ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള സൗണ്ട്സ് ഒക്കെ അല്ലെങ്കിൽ ആ വെടി വെക്കുന്നതും അതൊക്കെ ആക്യുറേറ്റ് ആയിട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബെറ്റർ ഓപ്ഷനിലേക്ക് അല്ലെങ്കിൽ ബഡ്ജറ്റ് നോക്കാതെ കുറച്ചുകൂടെ പ്രൈസി ആയിട്ടിലേക്ക് പോകുമായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി ഇതിന്റെ മൈക്ക് ക്വാളിറ്റി പറയുകയാണെന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന എല്ലാം ഇതിലൂടെ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എത്രത്തോളം മൈക്ക് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാവുന്നുള്ളൂ. നിങ്ങൾ കേൾക്കുന്ന ഇയർഫോണിനും ഹെഡ്സെറ്റിനും സ്പീക്കറിനൊക്കെ അനുസരിച്ചിരിക്കും ആ ഒരു ക്വാളിറ്റി. എങ്കിലും ഈ ഒരു കേൾക്കുന്നതാണ് ഇതിന്റെ ഒരു മൈക്ക് ക്വാളിറ്റി ആയി വരുന്നത്. അത്യാവശ്യം മോശമില്ലാത്ത ബാറ്ററി ബാക്കപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. 50 മണിക്കൂറാണ് പ്ലേ ബാക്ക് കമ്പനി പറയുന്നത്. അതേപോലെ തന്നെ ഇയർബഡിൽ നമുക്ക് 8.5 hours ബാറ്ററി ബാക്കപ്പ് ആണ് ലഭിക്കുന്നത്. ഇത് രണ്ടും ചാർജ് ചെയ്യാൻ എടുക്കുന്നത് ഈ കേസിന് 1 hour-ഉം ഇയർബഡിന് 1 hour-ഉം ആണ് ചാർജിങ് ടൈം ആയിട്ട് വരുന്നത്. ഈ കേസിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. നമ്മൾ ഇയർബഡൊക്കെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാർജ് കയറും എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. ഇയർബഡിൽ 40 mAh കപ്പാസിറ്റിയും അതേപോലെ കേസിൽ 500 mAh കപ്പാസിറ്റിയും ആണ് വരുന്നത്. C ടൈപ്പ് ചാർജിങ് കേബിൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. യെസ്, അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ കുറഞ്ഞ വിലക്ക് നമുക്ക് നല്ല ബാറ്ററി ലൈഫ് ലഭിക്കുന്നുണ്ട്, അത്യാവശ്യം മോശമില്ലാത്ത ഒരു ക്വാളിറ്റി ലഭിക്കുന്നുണ്ട്, പിന്നെ നല്ല സൗണ്ട്, ഒരു പ്യുവർ ക്ലിയർ സൗണ്ട് ഔട്ട്പുട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡലാണ്. ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അവരും അറിയട്ടെ ഇതുപോലുള്ള പ്രോഡക്ട്സ് ഒക്കെ വില കുറഞ്ഞിട്ടൊക്കെ നമുക്ക് ലഭിക്കും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെയാണ് പറ്റാത്തതെന്നും എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇനി അഡീഷണൽ ആയിട്ട് വേണ്ടിയിരുന്നതെന്നുള്ളതും ഈ ഒരു വിലക്ക് ഇതൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.